വീണ്ടെടുപ്പാണിതു വീണ്ടെടുപ്പാണിത് വീണ്ടെടുപ്പാണിതു വീണ്ടെടുപ്പാണിത് 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 വീണ്ടെടുപ്പാണിതു ക്രിസ്തുവിൻ രക്തത്താൽ. ആകാശം മാറിടും ഭൂമിയും മാറിടും മാറാതെയുള്ളതു ക്രിസ്തൻ വചനമേ. ആകാശം മാറിടും ഭൂമിയും മാറിടും മാറാതെയുള്ളതു ക്രിസ്തൻ വചനമേ. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദേശനിവാസികളെ, ആകാശം മാറിപ്പോകും, ഭൂമിയും മാറിപ്പോകും, എന്നാൽ എന്റെ വചനമോ ഒരു നാളും മാറിപ്പോകത്തില്ല എന്ന് പറഞ്ഞ നമ്മുടെ കർത്താവും ഏകരക്ഷകനുമായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള പാപമോചനവും ദൈവത്തിലേക്കുള്ള വീണ്ടെടുപ്പും ഈ പൂവന്മല സ്വദേശികളോട് ഈ പൂവന്മല താമസിക്കുന്ന ജനങ്ങളോട് ഒരിക്കൽ കൂടി സംസാരിക്കുവാൻ ഞങ്ങൾ സന്തോഷിക്കുകയാണ്. അതായത് പലപ്പോഴും നമ്മൾ ഈ പ്രസംഗങ്ങൾ, ഈ തെരുവീതികൾ അനേകവട്ടം കേട്ട് കഴിഞ്ഞതാണ്. എങ്കിലും എന്തുകൊണ്ടാണ് ഈ പ്രസംഗമെന്നും എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ കഷ്ടം സഹിച്ച അനേക ജനങ്ങൾ ഏറ്റ തെരുവീതികൾ നിൽക്കുന്നതെന്നും നമ്മൾ പലവട്ടവും ചിന്തിക്കാറില്ല, അതിനെ ശ്രദ്ധിക്കാറുമില്ല. നമ്മുടേതായിരിക്കുന്ന ഒരു ജീവിത സാഹചര്യങ്ങൾ കൂടെ നമ്മൾ കടന്നു പോവുകയാണ്. നമ്മൾ ഏത് അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്നുവോ അതേ അനുഭവത്തിൽ കൂടെ ഓരോ മനുഷ്യനും ഓരോ ദിവസവും തിന്നും കുടിച്ചും ആനന്ദിച്ചും നമ്മുടേതായിരിക്കുന്ന മതഭക്തിയിൽ ജീവിച്ചുകൊണ്ട് കടന്നു പോകുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവനെ, നിനക്കൊരു കാര്യം അറിയാമോ? നീ എത്രമാത്രം വിലയേറിയ ഒരു വ്യക്തിയാണ് ദൈവത്തിന്റെ മുമ്പില്. നിനക്ക് എത്രമാത്രം വിലയുണ്ട് എന്നൊരു കാര്യം നീ ഇന്നവരെ മറന്നു പോയിരിക്കുന്നു. നിന്റെ വില എന്തെന്ന് നീ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ നീ അതിനെ യഥാർത്ഥമായിരിക്കും വളരെ വളരെ ഗാഠമായിരിക്കും അതിനെ സ്നേഹിക്കുകയും നിന്റെ ആത്മാവിനെ നീ വളരെയേറെ സൂക്ഷിക്കുകയും ചെയ്യുമായിരുന്നു. നമ്മൾ വിചാരിക്കും നമ്മുടെ വില തീരെ ശുഷ്കമാണെന്ന്. കാരണം എന്താണ്? വീട്ടിൽ ചിലപ്പം വഴക്കാണ്, നാട്ടിൽ ചിലപ്പം വഴക്കാണ്, പലരും എന്താണ് മദ്യപാനത്തിലും മറ്റു വിധമായിരിക്കും തെറ്റായിരിക്കുന്ന വഴികളിലുമാണ്, നിരാശയിലാണ്, കടബാധ്യതയിലാണ്. ഇതെല്ലാം കണ്ടു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓ ഈ ലോകത്തിലെ ജീവിതം ഒന്ന് തീർന്നു കിട്ടിയാൽ മതി, മരിച്ചാൽ മതി എന്നാണ് പലരുടെയും വിചാരങ്ങള്. അല്ല, അങ്ങനെ ഒരു ചിന്തയില്ലെങ്കിൽ പോലും പലരും എന്താണ് ലക്ഷ്യബോധമില്ലാതെ അലയുകയാണ്. എവിടെയെങ്കിലും പോയി നശിക്കട്ടെ എന്നാണ് ചിലരുടെ വഴി. അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടിട്ടില്ലേ, ചിലര് ഈ ഭയങ്കരമായിരിക്കുന്ന മാനസിക സംഘർഷങ്ങൾക്ക് അകപ്പെട്ട് വാഹനം ഓടിച്ചു കഴിഞ്ഞാല് അവരിങ്ങനെ പറയും, എവിടെയെങ്കിലും കൊണ്ട് ഇടിച്ചങ്ങ് തകർന്നു പോകട്ടെ എന്നാണ് അവര് പറയുന്നത്. ഇവണ്ണമാണ് പ്രിയരെ നമ്മൾ പലരുടെയും ജീവിതങ്ങള്. ഇനിയും ഈ ജീവിതത്തെ പണിയെടുക്കുവാൻ ആർക്കും കഴിയത്തില്ല, നിരാശയുടെ അനുഭവത്തിലാണ്, എന്നെ സഹായിക്കാൻ ആർക്കും കഴിയത്തില്ല എന്നൊരു അനുഭവത്തിലാണെങ്കിൽ ഇതാ ശ്രദ്ധയോടെ വ്യക്തതയോടെ കേട്ടുകൊള്ളുവിന്. അതേ, നിന്നോട് വ്യക്തിപരമായിട്ടാണ് സംസാരിക്കുന്നത്, നിന്നോട് തന്നെയാണ് സംസാരിക്കുന്നത്. എന്താണ് സംസാരിക്കുന്നതെന്ന് അല്പസമയം ശ്രദ്ധ വെച്ച് കേൾക്കണമേ. ആദ്യം നീ അംഗീകരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? നീ ഒരു മനുഷ്യനാണ്. അതെ, ഒരുപക്ഷെ നീ ഏതെങ്കിലും ജാതി മതത്തിൽ ജനിച്ചവനായിരിക്കാം, നല്ലൊരു കുലമഹിമ നിനക്ക് പിൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതും സത്യമാണ്. ഒരുപക്ഷെ നിങ്ങൾ എന്നെ കേൾക്കുന്ന നിങ്ങളൊക്കെ എന്താണ് ധനമഹാത്മ്യത്തിൽ പ്രശംസിക്കുന്നവരായിരിക്കാം. നമ്മുടെ വീണ്ടുവിചാരങ്ങൾ ഇല്ലായ്മയുടെ അനുഭവത്തിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും നമ്മുടെ യഥാർത്ഥമായിരിക്കുന്ന അനുഭവം എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നോക്കിക്കൊള്ളുന്നില്ലേ, നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചു പോകേണ്ട മനുഷ്യരാണ്. ഞാൻ വീണ്ടും പറയുന്നു, നീ ഒരു വെറും മനുഷ്യനാണ്. ഇന്നലെ ജനിക്കുകയും നാളെ മരിച്ചു പോവുകയും ചെയ്യുന്ന വെറും പുതുതുല്യമായിരിക്കും ആയുസുള്ളൊരു മനുഷ്യന്. ഒരിക്കൽ ഒരു ഉപദേശി ഒരു തെരുവിൽ നിന്ന് പ്രസംഗിക്കുകയാണ് കേട്ടോ. അങ്ങനെ പ്രസംഗിക്കുമ്പോൾ ആ ദേശത്തെ ഒരു ഗുണ്ടയുണ്ട്. ഗുണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ അഹങ്കാരിയായിരിക്കുന്ന, ആരെയും വകവയ്ക്കാത്ത ഒരു മനുഷ്യന് ഈ സുവിശേഷം അവൻ അങ്ങോട്ട് രസിക്കുന്നില്ല. ദൈവം നിന്നെ സ്നേഹിക്കുന്നുള്ള വചനം അങ്ങോട്ട് രസിക്കുന്നില്ല. ഇവന് ഈ പാവപ്പെട്ട വൃദ്ധനായിരിക്കുന്ന ഉപദേശിയുടെ മുമ്പിൽ വന്നെന്ന് ചോദിക്കുകയാണ്, ഞാൻ ആരെന്ന് കളവ നിനക്ക് അറിയാമോന്ന് ചോദിച്ചു. എന്താണ് കളവ? ഞാൻ ആരെന്ന് നിനക്ക് അറിയാമോന്ന് ചോദിച്ചു. ഈ അപ്പച്ചൻ ഒറ്റയ്ക്കേ ഉള്ളൂ, ചെറിയൊരു മനുഷ്യനാണ്. ആ അപ്പച്ചൻ എന്താണ്? ദൈവത്തെ അറിഞ്ഞവരും ദൈവത്തെ പ്രശംസിക്കുന്നവനായിരുന്നു. ആ അപ്പച്ചൻ നേരത്തേക്ക് കുനിഞ്ഞ് ഒരു പിടി മണ്ണെടുത്തിട്ട് ഈ ഗുണ്ടയായിരിക്കുന്ന അഹങ്കാരിയായിരിക്കുന്ന യൗവനക്കാരന്റെ മുമ്പിൽ നീട്ടിട്ട് പറഞ്ഞു, മോനെ ഇതാണ് നീ എന്ന് പറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് തന്നെ നീ മരിച്ചു പോകാനും സാധ്യതയുണ്ട്. ഇന്ന് നീ മരിച്ചു കഴിഞ്ഞാൽ നാളെ ഒരു പിടി മണ്ണ് മാത്രമാണെന്ന് പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, അവൻ അപ്പോഴാ കണ്ണു തുറന്നത്. അയ്യോ, ഇന്ന് വേണേലും മരിച്ചു പോകാവുന്ന ഈ ദ്രവിച്ചു പോകാവുന്ന ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഞാൻ എന്തിനാണ് അഹങ്കാരം കാണിക്കുന്നത്? ആവട്ടെ, ഈ അപ്പച്ചൻ പറയുന്ന അല്പനേരം കേൾക്കാമെന്ന് വെച്ചുകൊണ്ട് മാറിയിരുന്നു. അതേ, അപ്പച്ചൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവനോ ചൂണ്ടി പറഞ്ഞാ ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ഇതിനപ്പുറം മറ്റൊരു ലോകമുണ്ട്. അതാണ് ഞങ്ങൾ പറഞ്ഞു വരുന്നത്. ആകയാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് വീണ്ടും ഒരിക്കൽ കൂടെ പറയുന്നു, എന്താണ് ദൈവം? ആരാണ് ദൈവം? എന്താണ് ദൈവ
ദൈവത്തിന് നമ്മളെ പറ്റിയുള്ള പദ്ധതി, ആ ദൈവത്തിന്റെ സ്നേഹം എന്താണ്, ഇതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആകുലതകൾ മാറും, നിങ്ങളുടെ വേദനകൾ മാറും, നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് ഒരു ജീവിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകും. എന്ന് മാത്രമല്ല, നിങ്ങളെ തന്നെ നിങ്ങൾക്ക് വിലയേറിയവരായിട്ട് കണ്ടെത്തുവാൻ കഴിയും. ആവട്ടെ, നിങ്ങളുടെ വില എത്രയാണെന്ന് ചോദിച്ചു നോക്കിക്കട്ടെ. നിങ്ങളോട് തന്നെ ചോദിക്കും, നിന്റെ ആകെ തുക എന്താണ്? ഓ, നിനക്ക് മനസ്സിലാകുന്നതിന് ഞാൻ പറഞ്ഞു തരാം. എന്റെ പ്രിയപ്പെട്ടവരെ, പൂവമ്പല ജംഗ്ഷനില് 1 ഏക്കർ സ്ഥലം സ്വന്തം പൈസ കൊടുത്ത് മേടിക്കുവാൻ കഴിവുള്ളവര് ഇവിടെ എനിക്ക് തോന്നുന്നു വളരെ ചുരുക്കം പേരേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ 1 സെന്റിന് ഇവിടെ 4 ലക്ഷം രൂപയുണ്ടെങ്കിൽ 1 ഏക്കർ സ്ഥലത്തിന് 4 കോടി രൂപ കൊടുക്കണം. നിന്റെ വില അതല്ല കേട്ടോ. അതായത് ഈ പൂവമ്പലയിൽ 1 ഏക്കർ സ്ഥലത്തിന് 4 കോടി രൂപ കൊടുക്കണമെങ്കിൽ ഈ കേരളവും ഇന്ത്യയും സർവ്വഭൂമിയും തൂക്കി വിറ്റാലും ഇന്നേവരെ ഭൂമിയിലുള്ള അല്ലെങ്കിൽ എന്താണ് ഈ ഭൂമിയുടെ സകല ധാതു ലവണങ്ങളും കോടിക്കണക്കിന് ടൺ സ്വർണമോ രക്തങ്ങളോ വൈഡൂര്യങ്ങളോ തൂക്കി വിറ്റാലും ആകാശത്തെയും ഭൂമിയെയും സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്ര ഗോളങ്ങളെയും തൂക്കി വിറ്റാലും നിനക്ക് തുല്യമായിരിക്കുന്ന ഒരു വില കണ്ടെത്തുവാൻ കഴിയാത്തവണ്ണം നീ വിലയേറിയവനാണ്. അതായത് നിന്റെ വില സർവ്വലോകത്തെക്കാളും വിലയേറിയതാണെന്നുള്ള സത്യം നീ അറിയണം. അതേ പ്രിയനെ, നീ ഓരോ ദിവസം എന്താണ് തെറ്റായ വഴിയിൽ കൊണ്ട് സഞ്ചരിക്കുകയാണ്. മദ്യപിച്ചും മറ്റു വിധമായിരിക്കുന്ന തെറ്റായ വഴിയിൽ കൊണ്ട് നീ സഞ്ചരിക്കുമ്പോൾ ഒരു കാര്യം നീ അറിഞ്ഞുകൊള്ളണം, നിന്റെ യഥാർത്ഥമായിരിക്കുന്ന വില ഈ സർവ്വലോകത്തെക്കാളും വിലയേറിയതായതുകൊണ്ട് ആ ആത്മാവ് നശിച്ചു പോകാതിരിക്കാൻ അത്രേ ഞങ്ങൾ സുവിശേഷം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് സുവിശേഷം? കേട്ടുകൊള്ളുവിൻ. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു ക്രൂസിൽ മരിച്ചു. അതാണ് സുവിശേഷം. ആ യേശുക്രിസ്തു എന്തിനു വേണ്ടി മരിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സർവ്വലോകത്തെക്കാളും വിലയേറിയ നിന്റെ ആത്മാവ് എവിടെയാണ്? നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്, കളഞ്ഞു പോയിരിക്കുകയാണ് കേട്ടോ. അതെ, നിന്റെ ആത്മാവ് കളഞ്ഞു പോയിരിക്കുകയാണ്. എത്ര കോടി ടൺ സ്വർണം കൊടുത്താലും മടക്കിയെടുക്കാൻ കഴിയാത്ത നിന്റെ ആത്മാവ് ഇതാ നരകഭീതിയിൽ ഒഴുകി കിടക്കുകയാണ്. എങ്ങനെയാണെന്നറിയാമോ? നിന്റെ പാപത്താല്, നിന്റെ പാപ നിമിത്തം നഷ്ടപ്പെട്ടു പോയ നിന്റെ ആത്മാവിനെ ദൈവത്തിലേക്ക് വീണ്ടെടുക്കേണ്ടതിന് വീണ്ടെടുപ്പ് വിലയായിട്ട് ദൈവം തന്റെ പുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിനെ തന്നിരിക്കുകയാണ്. അതേ പ്രിയപ്പെട്ടവരെ, നിന്റെ ആത്മാവിന്റെ വീണ്ടെടുപ്പ് എത്രമാത്രം മഹത്തകരമാണെന്ന് അറിയാമോ? നിന്റെ ആത്മാവിനോടുള്ള ദൈവത്തിന്റെ അഗാധമായിരിക്കുന്ന സ്നേഹം നിങ്ങൾക്ക് അറിയാമോ? അതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുക്രിസ്തുവിന്റെ സുവിശേഷം. അതായത് ദൈവത്തിന് നഷ്ടപ്പെട്ടു പോയ ജനങ്ങളാണ് നിങ്ങൾ. ഈ ലോകത്തിലെ സകല മനുഷ്യരും ദൈവത്തിന് നഷ്ടപ്പെട്ടു പോയവരാണ് പ്രിയരെ. എങ്ങനെ നഷ്ടപ്പെട്ടു പോയി? അതായത് ഈ ഭൂമിയിൽ മനുഷ്യന്റെ ചരിത്രം തുടങ്ങിയിട്ട് 6000 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. 6000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം ഒരേ ഒരു പുരുഷനെ തന്റെ രൂപത്തിൽ സൃഷ്ടിച്ച് അവന്റെ ദൈവം ജീവനെ കൊടുത്തുകൊണ്ട് നിങ്ങൾ സർവ്വലോകത്തെ വാഴണമെന്നുള്ള അധികാരം കൊടുത്തവനെ ഭൂമിയുടെ മധ്യഭാഗമായിരിക്കുന്ന ഏതെങ്കിലും തട്ടി ദൈവത്തിന് ഒരു പുരുഷനെ മാത്രമേ സൃഷ്ടിച്ചുള്ളൂ. എല്ലാവരും കേട്ടുകൊള്ളണമേ, ഒരേ ഒരു പുരുഷനെ മാത്രമേ സൃഷ്ടിച്ചിട്ടുള്ളൂ. നിങ്ങളെ ആരെയും ദൈവമല്ല സൃഷ്ടിച്ചത്, ഞങ്ങളെയും ദൈവമല്ല സൃഷ്ടിച്ചത്. ആ ഏക പുരുഷൻ ഉണ്ടായിട്ട് 6000 വർഷത്തെ ചരിത്രം. ആ മനുഷ്യൻ പാപം ചെയ്തു പ്രിയരെ. ആ മനുഷ്യൻ ദൈവത്തെ ഉപേക്ഷിച്ച് സാത്താനെ അപ്പനായിട്ട് സ്വീകരിച്ച് ദൈവത്തിന്റെ ശത്രുവായിട്ട് തീർന്നയെന്ന് സ്വർഗത്തിലേക്കുള്ള അവന്റെ പ്രവേശനം അടയ്ക്കപ്പെട്ടു. സ്വർഗവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം അവിടെ അവസാനിച്ചു. ദൈവം നീതിമാനും വിശുദ്ധനുമായിട്ട് തീർന്നു, മനുഷ്യൻ പാപിയും ശത്രുവുമായിട്ട് തീർന്നപ്പോൾ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ദൈവം ഒരു നടുച്ചുവർ പണിഞ്ഞു. അങ്ങനെ ദൈവത്തിനും മനുഷ്യനും ഇടയിൽ ഒരു നടുച്ചുവർ പണിഞ്ഞുകൊണ്ട് ദൈവവും മനുഷ്യനും ശത്രുത്വമായിരിക്കുന്ന ഈ പാപം നമ്മളിൽ ഉണ്ട് എന്ന് തെളിയിക്കപ്പെട്ടു. ആയാൽ പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ മതവിശ്വാസികൾ എല്ലായ്പ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട്, ഞങ്ങൾ പാപികളും ദോഷികളുമാണ്. എന്താണ് അതിന്റെ അർത്ഥമെന്നറിയാമോ? ഞങ്ങൾ സാത്താന്റെ സന്തതിയായിരിക്കുന്ന ആദമിന്റെ മക്കളെന്നാണ്. അതിന്റെ ഭയങ്കരത നിങ്ങൾക്ക് ഇതേവരെ മനസ്സിലായിട്ടില്ലയോ? അതെ, നിങ്ങൾ പാപികളും ദോഷികളും എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ദൈവവുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമില്ല, ഇന്ന് മരിച്ചു കഴിഞ്ഞാൽ സാത്താനോട് കൂടി ഞങ്ങൾ നരകഭീതിയിലേക്കാണ് പോകുന്നത്. ഇതിന്റെ ഭയങ്കരമായിരിക്കുന്ന ഗൗരവം നിങ്ങൾ തിരിച്ചറിയണം പ്രിയരെ. ഇന്നല്ലെങ്കിൽ നാളെ നമുക്കൊരു മരണമുണ്ടെങ്കിൽ ഒരു ശിക്ഷാവിധിയുമുണ്ട്. ദൈവത്തിന്റെ അടുക്കലേക്ക് പാപിയായിരിക്കും നമ്മളുടെ വീണ്ടെടുപ്പാണ് യേശുക്രിസ്തുവിന്റെ ജീവൻ. അതായത് നമ്മുടെ പാപത്തിന്റെ ശിക്ഷ അത് മരണമായിരിക്കാല് ആ മരണത്തിൽ നമ്മളെ വീണ്ടെടുപ്പാന് നമുക്കെന്താണ്? ദൈവത്തിനൊരു കോടതിയുണ്ട്. സത്യയോടെ കേട്ടുകൊള്ളുവിനെ, ദൈവത്തിനൊരു കോടതിയുണ്ട് കേട്ടോ. ആ കോടതിയിൽ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, പാപത്തിന്റെ ശമ്പളം മരണമത്രേ. പാപത്തിന്റെ ശമ്പളം മരണമെന്നുള്ള ദൈവ കോടതിയുടെ മുമ്പിൽ നിന്നും നമ്മളെ വില കൊടുത്ത് മേടിപ്പാൻ ആർക്കും കഴിയത്തില്ല. നിങ്ങൾ ഒരുവനൊരു കേസ് ഉണ്ടായിട്ട് കോടതിയിൽ പോയി കഴിഞ്ഞാൽ നിനക്കൊരു ജാമ്യത്തുക കെട്ടിവെക്കേണ്ടിയോ? നീ ഒരു കുറ്റക്കാരനായിട്ട് കോടതിയിൽ ചെന്ന് കഴിഞ്ഞാൽ നിനക്ക് ജാമ്യം വേണമെങ്കിൽ 50,000-ന്റെയോ 30,000-ന്റെയോ 2 ലക്ഷത്തിന്റെയോ
തുല്യമായിരിക്കുന്ന തുക കെട്ടിവെച്ചാൽ നിനക്ക് ജാമ്യം അനുവദിക്കുന്നത് പോലെ, പക്ഷേ ഈ ദൈവ കോടതിയിൽ നിന്റെ പാപത്തിൽ നിന്ന് വീണ്ടെടുപ്പാന് പ്രിയപ്പെട്ടവരെ നിനക്ക് സമ്പത്തില്ല. ഈ ഭൂമി മുഴുവനും തൂക്കി വിറ്റാലും നിനക്ക് ദൈവ കോടതിയുടെ മുമ്പിൽ സ്വാതന്ത്ര്യം കിട്ടാത്തത് വഴി നിന്റെ ആത്മാവിന്റെ വിലയ്ക്ക് തുല്യമായിരിക്കുന്ന ഒരു തുക ദൈവത്തിന് ദൈവ കോടതിയുടെ മുമ്പിൽ കെട്ടിവെക്കണമായിരുന്നു. അതേ പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവ കോടതിയുടെ മുമ്പിൽ നിന്റെ വീണ്ടെടുപ്പ് വില എന്ന് പറഞ്ഞത് ദൈവം തന്റെ ഏകജാതനായ പുത്രന്റെ ജീവനെയാണ് വെച്ചിരിക്കുന്നത്. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം നമ്മളെ ഓരോരുത്തരെയും സ്നേഹിച്ചു. അയ്യോ, ഈ സ്നേഹം തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ പാപം ചെയ്യുമായിരുന്നില്ല. അയ്യോ, ഈ സ്നേഹം തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ എന്താണ് മനുഷ്യരെ കൊല്ലുമായിരുന്നില്ല, തല്ലുമായിരുന്നില്ല, ചീത്ത വിളിക്കുമായിരുന്നില്ല. ദൈവത്തിന്റെ അതേ രൂപസാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു മനുഷ്യനെ നോക്കി ഞാൻ ഒരിക്കലും ചീത്ത വാക്ക് പറയുമായിരുന്നില്ല. കാരണം എന്താണ്? ദൈവത്തിന്റെ പ്രതിരൂപമായിരിക്കുന്ന മനുഷ്യനെ അതേ പ്രതിരൂപമായിട്ട് സൃഷ്ടിക്കപ്പെട്ട ഞാൻ ചീത്ത വിളിക്കുമ്പോൾ എന്റെ ദൈവത്തെ തന്നെ ഞാൻ പരിഹസിക്കുകയാണെന്ന് സത്യം ഞാൻ അറിഞ്ഞില്ല. എന്റെ അഹങ്കാരം കൊണ്ടും ഉന്മാദ ഭാവം കൊണ്ടും ഞാൻ ദൈവത്തെ മറന്നു കളഞ്ഞവനായതുകൊണ്ട് ഈ ലോകത്തിൽ എന്താണ് ഞാൻ വളരെയേറെ ഉന്മാദിച്ച് നടന്നിരുന്നു. അത് സാരമില്ല പ്രിയരെ, നിനക്കിന്ന് മാനസാന്തരപ്പെടുവാൻ ഒരു സമയമുണ്ട്. എന്നാൽ ഇതിലൂടെ കേട്ടുകൊള്ളുവിന് നിന്റെ വീണ്ടെടുപ്പ് വിലയായിട്ട് ദൈവം തന്റെ പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ എങ്ങനെയാണ് തന്നതെന്നറിയാമോ? പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവ കോടതിയുടെ മുമ്പില് പ്രിയപ്പെട്ടവരെ നമ്മുടെ പാപത്തിന്റെ ശിക്ഷയായിരിക്കുന്ന മരണത്തിൽ നമ്മളെ വീണ്ടെടുക്കണമെങ്കിൽ ദൈവം തന്റെ പുത്രനായിരിക്കുന്ന പാപമില്ലാത്തവനായിരിക്കുന്ന ക്രിസ്തുവിന്റെ ജീവനെ മറുവിലയായിട്ട് എവിടെ കൊടുക്കണമായിരുന്നു? ദൈവ കോടതിയുടെ മുമ്പിൽ കൊടുക്കണമായിരുന്നു. ദൈവം നീതിമാനാണ് പ്രിയരെ. അവൻ എന്താണ്? അവൻ നീതിമാനായതുകൊണ്ട് അവന്റെ നിയമം അവൻ മാറ്റി എഴുതത്തില്ല. അവൻ ഒരു നാളും നിയമം മാറ്റി എഴുതുന്നവനല്ല. അതുകൊണ്ട് ദൈവ കോടതിയുടെ മുമ്പിൽ നിന്റെ പാപം മുഴുവനും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നീ വിചാരിക്കുന്നത് നീ രഹസ്യമായിട്ടാണ് എല്ലാം ചെയ്തതെന്നില്ലയോ? നീ രഹസ്യമായിട്ടാണ് കുറ്റം ചെയ്തതെന്ന് നീ വിചാരിച്ചുകൊണ്ട് നീ എന്താണ് നീ ഉന്നത ഭാവത്തിൽ ഇപ്പോഴും ജീവിക്കുകയാണ്. അല്ല കുഞ്ഞെ, നിന്റെ ഹൃദയത്തിന്റെ വിചാരങ്ങൾ പോലും സ്വർഗത്തിൽ അപ്പോൾ എന്താണ് ടേപ്പ് ചെയ്തിട്ടുണ്ട്, റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതിനെന്താ കുഴപ്പമെന്നറിയാമോ? നീ ഇന്നോ നാളെയോ മരിക്കുമെന്ന് ഉറപ്പാണെങ്കിൽ കേട്ടുകൊള്ളുവേൻ. നീ മരിച്ചതിന് ശേഷം ദൈവം മുമ്പാകെ യേശുക്രിസ്തുവിന് മുമ്പാകെ കണക്ക് കൊടുക്കുന്ന നാളില് നിന്റെ സകല രഹസ്യങ്ങളും അവൻ പരസ്യപ്പെടുത്തുന്ന ഒരു നാളുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കിട്ടുക എന്നുള്ളതാണ് ഈ ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യകരമായിരിക്കുന്ന അനുഭവം. ലോട്ടറി അടിച്ചതല്ല, പണം വാങ്ങിയതല്ല, പിന്നെ എന്താണ്? ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവനാണ് ഭാഗ്യവാൻ. കാരണം എന്താണ്? പാപത്തിന്റെ ശമ്പളം മരണമാണ്. പാപിയായിരിക്കും നിനക്ക് ശിക്ഷാവിധിയുണ്ട്, നരകവിധിയുണ്ട്. എന്നാൽ നിന്നോടുള്ള ദൈവത്തിന്റെ കരുണ എന്താണെന്നറിയാമോ? നീ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് കൊണ്ട് നിന്റെ എല്ലാ രഹസ്യങ്ങളും പാപങ്ങളും മായ്ച്ചു കളയുവാൻ യേശു ക്രിസ്തുവിന്റെ രക്തം ഇന്നും ലൈവായിട്ടുള്ള അതിൽ ആശ്രയിക്കുന്നവർക്ക് നിന്റെ എണ്ണമില്ലാത്ത പാപങ്ങളെ കഴുകി അവൻ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം അവൻ ശക്തനും നീതിമാനുമാണ് പ്രിയരെ. എന്നാൽ നിന്റെ വീണ്ടെടുപ്പ് വരെ എങ്ങനെയാണ് ദൈവം കൊടുത്തതെന്നറിയാമോ? പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവ കോടതിയുടെ മുമ്പില് നിന്റെ പാപത്തിന്റെ ശിക്ഷ നരകവിധിയായിരിക്കെ ദൈവം തന്റെ പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ പാപമില്ലാത്തവനായിട്ട് ലോകത്തിലേക്ക് അയച്ചു. അതേ പ്രിയപ്പെട്ടവരെ, ഈ ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചവൻ ആരാണ്? 2000 വർഷങ്ങൾക്ക് മുമ്പ് മറിയയുടെ സന്തതിയായിട്ട് ഒരുവൻ ജനിച്ചു എന്ന് മാത്രമേ ഇവിടുത്തെ ക്രിസ്തീയ മതവിശ്വാസികൾക്ക് പോലും ഇന്നും യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള അറിവുള്ളൂ. എന്നാൽ നോക്ക് പ്രിയരെ, ആകാശവും ഭൂമിയും സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ പുത്രനായിരിക്കുന്ന ക്രിസ്തു ഉണ്ടായിരുന്നു. അവനെ പറ്റി തിരുവഴുത്ത് എഴുതിയിരിക്കുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോട് കൂടിയായിരുന്നു. സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. സകലതും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു, അവനാൽ സൃഷ്ടിക്കപ്പെട്ടു. അതേ പ്രിയരെ, ഓരോ ദിവസവും നിങ്ങൾ അനുഭവിക്കുന്ന സൂര്യന്റെ ചൂട്, ഈ ഭൂമിയുടെ സകല നന്മകളും അനുഭവിക്കുമ്പോൾ ഓർത്തുകൊള്ളുവിന് ഇതെല്ലാം സൃഷ്ടിക്കപ്പെട്ടത് ക്രിസ്തുവിനാൽ തന്നെയാകുന്നു. ആ യേശു ക്രിസ്തുവിനെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. എന്നാൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് അവരൊരു മനുഷ്യ ശരീരവുമായിട്ട് താണു ലോകത്തിലേക്ക് ഇറങ്ങി വന്നത് എന്തിനാണെന്ന് അറിയാമോ പ്രിയപ്പെട്ടവനെ? നീ നരകത്തിൽ പോകാതിരിക്കാൻ നിന്റെ പാപത്തിന്റെ ശിക്ഷയായിരിക്കുന്ന മരണം സ്വയം ചുമക്കേണ്ടതിന് അവനൊരു മനുഷ്യന്റെ ശരീരം എടുത്തുകൊണ്ട് പാപമില്ലാത്തവനായിട്ട് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. ഈ ഭൂമിയിൽ പാപമില്ലാതെ ജനിച്ച ഏക വ്യക്തി യേശുക്രിസ്തു മാത്രമാണ്. രണ്ടാമതൊരാൾ ജനിച്ചിട്ടില്ല, ജനിക്കുകയുമില്ല. ആ യേശുക്രിസ്തു എന്തുകൊണ്ട് പാപമില്ലാത്തവനായിട്ട് തീർന്നു? അവൻ ജനിച്ചത് നമ്മളെ പോലെ പുരുഷന്റെ രക്തത്തിൽ നല്ലാതിരുന്നത് കൊണ്ടും അവൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ജനിച്ചവനായിരിക്കുന്നത് കൊണ്ടും അവനിൽ പാപമില്ല പ്രിയരെ. ആ പാപമില്ലാത്ത രക്തത്തിന് മാത്രമേ വിശ്വസിക്കുന്നവരുടെ പാപങ്ങളെ കഴുകുവാൻ തക്കവണ്ണം നിർമ്മലമായിരിക്കുന്ന രക്തമായിട്ടുള്ളൂ. അങ്ങനെ അവൻ വളർന്ന് 30 വർഷങ്ങൾക്ക് ശേഷം പാലസ്തീന്റെ തെരുവിധികൾ പ്രസംഗിച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്തുവെങ്കിലും എന്നാൽ ഒരു കാര്യം നിങ്ങളോട് ഓർപ്പിക്കണം, അല്ലയോ ക്രിസ്തീയ മതവിശ്വാസികളും അല്ലാത്തവരുമായിട്ടുള്ളവരെ, നമുക്കെല്ലാവരും അറിവുണ്ട്. യേശുക്രിസ്തുവിന്റെ അടുക്കൽ ചെന്നാൽ കടം വീട്ടപ്പെടും, യേശുക്രിസ്തുവിന്റെ അടുക്കൽ ചെന്നാൽ രോഗസൗഖ്യം കിട്ടും, യേശുക്രിസ്തുവിന്റെ അടുക്കൽ ചെന്നാൽ ഭൂമിയിലെ സമാധാനം
സമാധാനം കിട്ടും. എന്നാൽ പ്രിയരെ, അതൊക്കെ ശരിയാണ്. എന്നാൽ ഇതിനേക്കാളും അപ്പുറമാണ് ദൈവപുത്രനായിരിക്കുന്ന യേശു ക്രിസ്തു മുഖാന്തരം നമ്മളോടുള്ള ദൈവത്തിന്റെ സ്നേഹം. നമ്മളെല്ലാം പറയത്തില്ലയോ, സമാധാനമില്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ അടുക്കലേക്ക് വരുവാൻ. പ്രിയരെ, അത് എന്ത് സമാധാനമാണ് നിങ്ങൾക്കറിയാമോ? വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനം ഉണ്ടാകേണ്ടതിന്, ദൈവത്തോടൊരു മനുഷ്യന് സമാധാനം ഉണ്ടാകണമെങ്കിൽ, നിങ്ങൾക്ക് പാപമോചനം ലഭിക്കണമെങ്കിൽ നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് വരണമെന്നാണ് പറഞ്ഞത്. അല്ലാതെ ഭൂമിയിൽ കടം വീട്ടുമ്പോഴുള്ള സമാധാനമല്ല, രോഗസൗഖ്യം കിട്ടുമ്പോഴുള്ള സമാധാനവുമല്ല പ്രിയരെ. ദൈവത്തോടെ നിങ്ങളെ നീതീകരിക്കേണ്ടതിന് യേശു ക്രിസ്തുവിന്റെ രക്തം ചൊരിയപ്പെട്ടു. നോക്കുവിന് അതില്ലാത്തതിന്റെ ലക്ഷണം എന്താണെന്നറിയാമോ? ഇന്നും നിങ്ങൾ ബലികൾ കഴിക്കുന്നുവെങ്കിൽ, ഇന്നും യാഗങ്ങൾ കഴിക്കുന്നുവെങ്കിൽ, ഇന്നും കർമ്മങ്ങളും ആചാരങ്ങളും നൊയമ്പുകളും നമ്മൾ നോക്കുന്നുവെങ്കിൽ നമുക്ക് ദൈവവുമായിട്ട് സമാധാനം വന്നിട്ടില്ല. ദൈവവുമായിട്ട് സമാധാനം വരിക എന്ന് പറഞ്ഞാൽ നാം ദൈവത്തിന്റെ മക്കളായിട്ട് തീരുക എന്നുള്ളതാണ്. അതെങ്ങനെ സാധ്യമായിട്ട് തീരും? നോക്ക് പ്രിയരെ, ഞാൻ ഒരു ഹിന്ദു മതത്തിലാണ് ജനിച്ചത്. ഒത്തിരി ഓടി അലഞ്ഞവനാണ്. പക്ഷേ ഓരോ വർഷവും ചെയ്യുന്ന യാഗങ്ങൾ കൊണ്ടോ കർമ്മങ്ങൾ കൊണ്ടോ ആചാരങ്ങൾ കൊണ്ടോ രാഹുകാലത്തെ പോലും ജയിപ്പാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. എന്റെ അമ്മാവനൊരു കർമ്മിയായിരുന്നു. അമ്മാവൻ മരിച്ചപ്പോൾ അമ്മാവിന്റെ ബോഡി പുറത്തെടുക്കാൻ പോലും രാഹുകാലം നോക്കേണ്ട ഗതികേടാണ്. എന്നാൽ ക്രിസ്തീയ മതവിശ്വാസികൾ എന്നെ കേൾക്കുന്നുണ്ടല്ലോ. നിങ്ങൾ പാരമ്പര്യപ്രകാരമായിട്ട് പുരാതന കാലം മുതൽ യേശുക്രിസ്തുവിനെ വിളിച്ചപേക്ഷിച്ചിട്ടും ഇന്ന് നിങ്ങൾ പാപികളും ദോഷികളും എന്നുള്ള ആദമ്യ പാപത്തിൽ നിന്ന് രക്ഷ പ്രാപിപ്പാൻ നിങ്ങളുടെ മതഭക്തിക്കും ആചാരങ്ങൾക്കും പൗരോഹിത്യത്തിനും കഴിഞ്ഞിട്ടില്ല. ഞാൻ കള്ളമാണോ പറയുന്നത്? സത്യം തന്നെ. നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. എന്നാൽ പ്രിയരെ, ഞങ്ങളാകട്ടെ, നിങ്ങളാകട്ടെ, മുസ്ലിങ്ങളാകട്ടെ, ഇന്ത്യക്കാരാകട്ടെ, പാകിസ്ഥാനികളാകട്ടെ, എല്ലാവരും ഒരുപോലെ പാപം ചെയ്ത് നരകവിധിയിലേക്ക് ഒടുങ്ങിപ്പോയിരിക്കുന്ന ഈ സമയത്ത് നോക്കുവിൻ, നിങ്ങളുടെ ഏകരക്ഷകനെ കാണണമോ? ദൈവത്തിന്റെ അഗാധമായിരിക്കുന്ന സ്നേഹം പ്രിയപ്പെട്ടവനെ കാണണമോ? ആ ക്രൂശിലേക്ക് നോക്കുവിൻ. ആ ക്രൂശിൽ കണ്ടുപോ രണ്ട് കള്ളന്മാരുടെ മധ്യേ മൂന്നാണിമേൽ ഒരുവൻ തൂങ്ങിക്കിടന്നുകൊണ്ട് നിലവിളിക്കുന്നത്, എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? എന്തിനാണ് അവൻ നിലവിളിക്കുന്നത് നിനക്കറിയാമോ? നിന്നോടുള്ള സ്നേഹം കൊണ്ടാ. അയ്യോ, അവൻ അടിയേറ്റ് തകർക്കപ്പെട്ടവനാ. അവന്റെ ശരീരം മുഴുവൻ ഇതാ തകർക്കപ്പെട്ട അസ്ഥികൾ പുറത്തു കാണുവാൻ തക്കവണ്ണം അവന്റെ ശരീരം വിരൂപമാക്കപ്പെട്ടവനാണ്. അവന്റെ തലയിൽ പുൽക്കിരീടമുണ്ട്. അവന്റെ മുഖത്ത് പാപികളുടെ തുപ്പൽ ഒഴുകുന്നുണ്ട്. അതെന്താണെന്നറിയാമോ? നിന്നെ ഓർത്തപ്പോൾ അവനെല്ലാം സഹിക്കുക. നമ്മൾ പറയത്തില്ലേ പ്രിയപ്പെട്ടവരെ, കൂട്ടുകാരടാ, നിന്നെ ഓർത്താ ഞാൻ ഒന്നും മിണ്ടാതിരുന്നെന്ന്. അറക്കപ്പെടുവാൻ അല്ലെങ്കിൽ എന്താണ്, രോമൻ കത്തിരിക്കുന്നവരുടെ മുമ്പിൽ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെ യേശുക്രിസ്തു ക്രൂശിൽ സകലതും സഹിക്കുമ്പോൾ നിനക്ക് വേണ്ടിയിട്ടാണ്, നിന്നെ ഓർത്തുകൊണ്ടാണ് അവൻ കഷ്ടം സഹിക്കുന്നത്. എന്തിനാണെന്നറിയാമോ? നിന്റെ പാപം ഞാൻ ചുമന്നു കുഞ്ഞെ, നിന്റെ പാപം ഞാൻ വഹിച്ചു കുഞ്ഞെ. അതുകൊണ്ട് ഞാൻ ഈ ശിക്ഷ ദൈവകോടതിയുടെ മുമ്പിൽ ഏൽക്കാതിരിപ്പാൻ തരമില്ല. അതുകൊണ്ട് നിന്റെ നരക ശിക്ഷയ്ക്ക്, നീ നരകാഗ്നിയിലേക്ക് ഒടുങ്ങിപ്പോകാതിരിക്കുവാൻ ഞാൻ നിനക്ക് പകരക്കാരനായിട്ട് ക്രൂശിൽ മരിക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലും ഇത് മനസ്സിലായോ പ്രിയപ്പെട്ടവരെ? നിങ്ങൾ ഇതിനെ ശ്രദ്ധിക്കണമേ. മരിച്ചതിന് ശേഷം നമ്മളെല്ലാവരും കണക്ക് തീർക്കേണ്ടി വരുമേ. അയ്യോ പ്രിയപ്പെട്ടവനെ, മരിച്ചതിന് ശേഷം യേശുക്രിസ്തുവിന്റെ മുമ്പിൽ നീ ഇതേ രൂപത്തിൽ നിൽക്കുന്ന ഒരു ദിവസമുണ്ടെങ്കിൽ, നീ ബുദ്ധിയുള്ളവനാണെങ്കിൽ നിന്റെ പാപങ്ങളെ കഴുകുവാൻ നീ ആഗ്രഹിക്കും. എന്റെ കഴിഞ്ഞ കാലങ്ങളെ, അഹങ്കാരങ്ങളെ മാറ്റിക്കളയുവാൻ നീ ഇച്ഛിക്കും. എന്റെ കഴിഞ്ഞ കാലങ്ങളെ എല്ലാ പാപങ്ങളും മായ്ക്കപ്പെടുവാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിനക്കൊരു മരണമുണ്ടെങ്കിൽ മരണം ഭയങ്കരമായിരിക്കും നരകവിധിയുണ്ട് പ്രിയരെ. ആ നരകത്തിൽ നിന്ന് രക്ഷിപ്പാൻ, നിന്റെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളിപ്പാൻ യേശുക്രിസ്തുവിന്റെ രക്തം ഇന്നും ഉണ്ടെന്നാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ആകയാൽ യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞാൽ നിർത്തുകയാണ്. ഈ കർത്താവ് ഏറ്റവും കൂടുതൽ വേദനിച്ചത് എവിടെയാണ് നിങ്ങൾക്കറിയാമോ? നോക്ക് പ്രിയരെ, അവൻ അടിയേറ്റപ്പോഴല്ല, അവന്റെ തലയിൽ മുൾക്കിരീടം വെച്ചപ്പോഴല്ല, അവന്റെ മുഖത്ത് തുപ്പലേറ്റപ്പോഴുമല്ല, അവൻ ആ നിലവിളിയാണ് നിന്നോടുള്ള യഥാർത്ഥമായിരിക്കുന്ന സ്നേഹം. എന്റെ ദൈവമേ, നീ എന്നെ തള്ളിക്കളഞ്ഞതെന്ത്? നോക്ക് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭയങ്കരമായിരിക്കുന്ന പാപം ദൈവം തന്റെ പുത്രന്റെ മേൽ ചുമത്തപ്പെട്ടപ്പോൾ പിതാവായിരിക്കുന്ന ദൈവത്താൽ അവൻ ഉപേക്ഷിക്കപ്പെട്ടു എന്നുള്ളതാണ് ഈ പുത്രൻ അനുഭവിച്ച ഏറ്റവും കഠിനമായിരിക്കുന്ന വേദന. അനാദി കാലം മുതൽ, അതായത് ദൈവമുള്ള കാലം മുതൽ, അത് തെറ്റായിരിക്കുന്ന വാക്കാണ്. ദൈവം ഉണ്ടായി വന്നതല്ല, ദൈവം ഉണ്ടാക്കപ്പെട്ടവനുമല്ല. ഉണ്ടായി വന്നതും ഉണ്ടാക്കപ്പെട്ടതും ഒന്നും ദൈവമല്ല പ്രിയരെ. അനാദി കാലം മുതൽ ആകാശവും ഭൂമിയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യവും അന്തവും ഇല്ലാത്ത ഈ ദൈവത്തിന്റെ മടിയിൽ തന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവും ഉണ്ടായിരുന്നു. ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് പറഞ്ഞവൻ, ഞങ്ങൾ തമ്മിൽ ഒരിക്കലും വേർപിരിയത്തില്ലെന്ന് പറഞ്ഞവൻ. എന്നാൽ പ്രിയപ്പെട്ടവനെ, നിന്റെ പാപം മുഴുവനും യേശുക്രിസ്തു തന്റെ തോളിൽ ചുമന്നപ്പോൾ ആ പിതാവായ ദൈവവും പുത്രനായിരിക്കുന്ന ക്രിസ്തുവും കൂടി ഇതാ വേർപിരിയേണ്ടി വന്നു. അതാണ് യേശുക്രിസ്തു അനുഭവിച്ച, നിനക്ക് വേണ്ടി അനുഭവിച്ച ഏറ്റവും കഠിനമായിരിക്കുന്ന വേദന. ഇത്രമാത്രം യേശുക്രിസ്തു നിനക്ക് വേണ്ടി കഠിനമായിരിക്കുന്ന വേദന അനുഭവിച്ചിട്ടും ഇപ്പോഴും നീ ഉന്നത ഭാവത്തിൽ ജീവിക്കുന്നത് എന്ത്? നോക്ക് പ്രിയരെ, യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്റെ മുഖമേറ്റ് എന്നോടുകൂടെ പഠിപ്പിന്. അതായത് ആകാശത്തെ ഭൂമിയെ സൃഷ്ടിച്ചവനായിരിക്കുന്ന ദൈവപുത്രനായിരിക്കുന്ന ക്രിസ്തു. നോക്ക് പ്രിയരെ, അവന്റെ താഴ്മ കണ്ടോ? ദൈവത്തിന്റെ താഴ്മ നീ കണ്ടോ? നമ്മളെ സമ്പന്നനാക്കേണ്ടതിന് ദരിദ്രനായിട്ട് തീർന്ന ഈ ദൈവകൃപ, മനുഷ്യരുടെ അടിയും മനുഷ്യരുടെ തുപ്പലുമേറ്റിട്ടും തിരിച്ചൊരു വാക്ക് പോലും പറയാത്ത ആകാശത്തെ ഭൂമിയെ സൃഷ്ടിച്ച ദൈവപുത്രന്റെ താഴ്മ നിങ്ങൾ കണ്ടുപോ. നരകത്തിൽ നിന്നിരിക്കുന്ന നമ്മുടെ അഹങ്കാരം എത്ര വലുതാണ് പ്രിയരെ. ഒരുവൻ നിന്നോടൊരു വാക്ക് പറഞ്ഞാൽ തന്നെ നിന്റെ വായിൽ നിന്ന് ചീത്തയല്ലാതെ ഒന്നും വരുന്നില്ല.
എന്നാൽ ദൈവപുത്രനെ നോക്ക്, അവന്റെ മുഖത്ത് തുപ്പിയിട്ടും എത്രമാത്രം പീഡന ഏറ്റിട്ടും അവൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്തില്ലെങ്കിൽ ആ ദൈവത്തിന്റെ താഴ്മയിലേക്ക് നിന്നെയും കൊണ്ടുവരാൻ അത്രേ യേശുക്രിസ്തു നിനക്ക് വേണ്ടി സ്വർഗം വിട്ട് ഇറങ്ങി വന്ന് ഈ താഴ്മ ധരിച്ചത്. ആ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാമോ? നമ്മുടെ ഭയങ്കരമായിരിക്കുന്ന പാപത്തിന്റെ ശിക്ഷ അവൻ ഏറ്റത് വഴി ദൈവത്തിന് മനുഷ്യനോട് സമാധാനം ഉണ്ടായിരിക്കുകയാണ്. അതേ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിൽ നമ്മുടെ പാപങ്ങളെ വഹിച്ച് മരിച്ചതോടുകൂടി സ്വർഗത്തിനും മനുഷ്യർക്കും ഇടയിലുണ്ടായിരുന്ന തിരശീല കീറിക്കളഞ്ഞുകൊണ്ട് ദൈവത്തിന് മനുഷ്യനോടുള്ള ശത്രുത്വം നീക്കം ചെയ്തുകൊണ്ട് ഏത് പാപിക്കും ദൈവത്തിന്റെ അടുക്കിലേക്ക് നേരിട്ട് കടന്നു ചെല്ലുവാൻ ദൈവം ജീവന്റെ പുതുവഴി പുതിയ നിയമം ആരംഭിച്ചിരിക്കുന്ന പ്രിയരെ. ആ തിരശീല കീറിയത് വഴി ദൈവത്തിനും മനുഷ്യർക്കും തമ്മിൽ ഇനി ശത്രുതയില്ല. അതുകൊണ്ട് ഇനി യാഗമില്ല. ശത്രുതയുള്ളിടത്താണ് യാഗങ്ങളും ബലികളും കർമ്മങ്ങളും ആചാരങ്ങളും ചെയ്യേണ്ടത്. എന്നാൽ ശത്രുത നീക്കപ്പെട്ടതുകൂടി ബലി ദൈവം നിർത്തി. ഇനി വിശ്വസിക്കുന്ന ഏവനും ദൈവത്തിന്റെ മുമ്പിൽ യേശുക്രിസ്തുവിന്റെ വിശ്വാസത്താൽ നമുക്ക് സൗജന്യമായിരിക്കുന്ന നീതീകരണം വന്നിരിക്കുന്നു. ആകയാൽ തിരശീല കീറിയത് വഴി, സ്വാതന്ത്ര്യം തന്നത് വഴി, യാഗം നിർത്തലാക്കിയത് വഴി ഇനി പൗരോഹിത്യം എന്നൊരു കാര്യം പ്രിയപ്പെട്ടവരെ ബൈബിൾ രേഖപ്പെടുത്തിയിട്ടില്ല. ഇതെല്ലാം പാപമാണെന്നാണ് ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശുക്രിസ്തു നിനക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു എന്ന് നീ വിശ്വസിക്കുന്നുവെങ്കിൽ നിനക്ക് നേരിട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പാൻ ദൈവം ജീവന്റെ പുതുവഴി തുറന്നിരിക്കുന്നു. ആ ക്രിസ്തു മരിക്കുമ്പോൾ ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറക്കപ്പെട്ടു. കാരണമെന്ന് അന്ന് മരണത്തിന്റെ അധികാരിയായിരുന്ന സാത്താനെ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ തകർത്ത് കളഞ്ഞ് അവന്റെ കയ്യിൽ നിന്ന് മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ യേശുക്രിസ്തു തിരികെ വാങ്ങി. അവൻ അടക്കപ്പെട്ടു, അവൻ ഉയർത്തെഴുന്നേറ്റു. അതേ പ്രിയരെ, യേശുക്രിസ്തു രാജാവായിട്ട് മടങ്ങി വരുവാനുള്ള സമയമായിരിക്കുന്നു. അല്ലയോ ഭൂമല സ്വദേശികളെ, യേശുക്രിസ്തു ഭൂമിയുടെ ഏകാധിപതിയായിട്ട് മടങ്ങി വരുവാനുള്ള സമയമായിരിക്കാല് നിങ്ങളുടെ പാപികളും ദോഷികളുമായിരിക്കുന്ന ആർക്കും യേശുക്രിസ്തുവിന്റെ രാജ്യത്തിൽ പ്രവേശനം സാധ്യമല്ലാത്തത് കൊണ്ട് നിങ്ങളുടെ പാപങ്ങളും ദോഷങ്ങളും മായ്ക്കപ്പെടേണ്ടതിന് അവൻ സകല മനുഷ്യരോടും കൽപ്പിക്കുന്ന കൽപ്പന ഇത്രയേ ഉള്ളൂ: നിങ്ങൾ മാനസാന്തരപ്പെടണം. നിങ്ങളുടെ പിതൃപാരമ്പര്യങ്ങളും നിങ്ങളുടെ പൗരോഹിത്യങ്ങളും നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിന്റെ ഇഷ്ടങ്ങളെയും നീക്കിക്കളഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച യേശുക്രിസ്തുവിലേക്ക് നിങ്ങൾ മനം തിരിയണം. പ്രിയരെ, ഓ ഉന്നത ഭാവങ്ങളെ താഴ്ത്തുവിൻ, ഹൃദയങ്ങളെ താഴ്ത്തുവിൻ എന്നവന് ആ യേശുക്രിസ്തു ക്രൂശിൽ കിടക്കുമ്പോൾ നിന്നോടുള്ള സ്നേഹത്തിൽ ഞങ്ങൾ വിളിച്ചു പറയുന്നു. നീ ഈ പോക്ക് പോയാൽ എവിടെ ചെന്ന് അവസാനിക്കുമെന്നറിയാമോ? അയ്യോ, നരകം എത്ര ഭയാനകമാണെന്ന് നിനക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് നീ ഉന്നത ഭാവം കാണിക്കുന്നത്. അങ്ങനെ മാനസാന്തരപ്പെടുന്ന ഒരു വ്യക്തി എല്ലാവരും വെറുക്കുന്ന ഒരു കർമ്മത്തിലേക്ക് വരണം. സ്നാനം എന്ന് പറയും. യേശുക്രിസ്തുവിനോട് കൂടെ ക്രൂശിൽ മരിച്ചിട്ടല്ലാതെ പാപമോചനമില്ല. പ്രിയരെ, മാനസാന്തരപ്പെട്ടതിന് ശേഷം യേശുക്രിസ്തുവിനോട് കൂടെ പാപമോചനത്തിനായിട്ട് സ്നാനമേൽക്കുമ്പോൾ ദൈവം പരിശുദ്ധാത്മാവ് നമുക്ക് തരും. ഈ പരിശുദ്ധാത്മാവാണ് പ്രിയരെ പാപമോചനം, വീണ്ടെടുപ്പ്, വീണ്ടും ജനനം എന്ന് പറയുന്നത്. ഇങ്ങനെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവര്, സ്നാനമേറ്റവര് ഇനി പാപികളല്ല, അവർ ദൈവത്തിന്റെ മക്കളും വിശുദ്ധന്മാരുമാണ്. ഈ വിശുദ്ധന്മാർ ഒന്നിച്ചു ചേർന്ന് കൂട്ടായ്മ ആചരിച്ചുകൊണ്ട് കർത്താവിന്റെ വരവിന് വേണ്ടി നമ്മൾ അവന് വേണ്ടി നിന്ന ചുമക്കണം, അവന് വേണ്ടി കഷ്ടം സഹിക്കണം, അവന് വേണ്ടി അപമാനം ചുമക്കണം. ആ ക്രൂശിൽ അവൻ നമുക്ക് വേണ്ടി ഇതെല്ലാം ചെയ്തത് വഴി അവനെ സ്നേഹിക്കുന്നുവെങ്കിൽ നമ്മൾ അവന്റെ നിന്ന ചുമക്കുന്നിടത്തോളം സന്തോഷം വേറെയില്ല. ആ യേശുക്രിസ്തു നാളെ മടങ്ങി വരും. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് വൈകിട്ട് സൂര്യൻ അസ്തമിക്കുമെന്ന് നിങ്ങൾ അറിയുന്നു. നാളെ പ്രഭാതത്തിൽ സൂര്യൻ ഉദിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. എന്നാൽ പ്രിയരെ, അതിനേക്കാളും ഉറപ്പായിട്ട് ഞാൻ വിളിച്ചു പറയാം, യേശുക്രിസ്തു ഭൂമിയുടെ ഏകാധിപതിയായിട്ട് മടങ്ങി വരും. അന്ന് അവന്റെ മുമ്പിൽ നിൽപ്പാൻ നീ യോഗ്യനാണോ? അല്ലയോ പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ മക്കളെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ സുവിശേഷത്തിന് ചെവി തരുവിന്. ഇന്നല്ലെങ്കിൽ നാളെ അവരും മരണത്തെ കാണേണ്ടവരാണ്. ആ മരണത്തിനപ്പുറത്തേക്കുള്ള സ്വർഗരാജ്യം അവർക്ക് അവകാശമാക്കുവാൻ നിന്റെ പിതൃപാരമ്പര്യത്തിനും മതഭക്തിയും സാധ്യമല്ല. നീ അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് നിന്റെ പാപമോചകനായിരിക്കുന്ന ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞത് വഴി നിന്റെ മക്കളും നിന്നോടുകൂടെ നരകത്തിലേക്ക് ഒടുങ്ങിപ്പോകുമ്പോൾ അന്ന് നിന്നെയും നിന്റെ അപ്പനും മക്കളും എല്ലാം ഒന്നിച്ചു കാണുന്ന ദിവസം നിങ്ങൾ തമ്മിൽ കുറ്റപ്പെടുത്തുക. അപ്പാ കണ്ടോ, എത്ര ഉപദേശിമാര് വന്ന് നമ്മുടെ അടുക്കൽ നിന്ന് യേശുക്രിസ്തുവിനുള്ള പാപമോചനം പ്രസംഗിച്ചു, മാനസാന്തരപ്പെട്ട സ്നാനമേറ്റ് അവന് വേണ്ടി നിന്ന് ചുമക്കുവാൻ പ്രസംഗിച്ചു. എന്റെ അപ്പന്റെ മതഭക്തി കൊണ്ട് അതെല്ലാം തള്ളിക്കളഞ്ഞ് അപ്പൻ അവരെയൊക്കെ പരിഹസിച്ച് എന്നോട് സംസാരിച്ചില്ലയോ? അതുകൊണ്ട് ഇതാ ഞാനും നിന്നോടുകൂടെ നരകാക്കിലേക്ക് ഒടുങ്ങി പോകേണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ നിന്റെ നിലവിളിയും കണ്ണീരും നരകാക്കിലേക്ക് ഒടുങ്ങി അകന്നു പോകും. പ്രിയരെ, എന്നാൽ ഇന്ന് മാനസാന്തരപ്പെടുവാൻ മനസ്സുണ്ടെങ്കിൽ, അയ്യോ മാനസാന്തരപ്പെടുവാൻ ഇന്ന് മനസ്സുണ്ടെങ്കിൽ കോടാനുകോടി വർഷത്തേക്കുള്ള നിത്യ സന്തോഷത്തിലേക്ക് പ്രവേശിപ്പാൻ നിന്റെ വായിലെ ഒരു നാക്കുപതി കർത്താവെ പറ്റിപ്പോയി, കർത്താവെ ഞാൻ പാപം ചെയ്തവനാണ്, എന്നോട് കരുണ ചെയ്യണമേ, ഈ പാപിയോട് നീ കരുണ ചെയ്യണമേ എന്ന് നിന്റെ ഹൃദയാന്തർഭാഗത്തുനിന്ന് ഒരു നിലവിളി ഉണ്ടാകുന്നുവെങ്കിൽ ഇന്ന് തന്റെ ജീവിതത്തിന് മാറ്റം വരുത്തുവാൻ യേശുക്രിസ്തുവിന് കഴിയും. അവൻ നീതിമാന്മാരെ തേടിയല്ല പാപികളെ തേടിയത്രേ പ്രിയരെ ലോകത്തിലേക്ക് വന്നത്. ആകയാൽ നോക്കുവിന്, ആ നാളെ യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ
അതിനു മുമ്പ് നമ്മൾ മരിച്ചു പോയാലും സാരമില്ല. യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ എന്റെ പ്രത്യാശ എന്താണെന്നറിയാമോ? ഇവിടെ ഈ സുവിശേഷം അറിയുമ്പോൾ ചിലപ്പോൾ കൊല്ലപ്പെടും പ്രിയരെ, ചിലർ ശിരച്ഛേദം ചെയ്തിരിക്കും. സാരമില്ല, നിന്റെ തലയിൽ ഒരു മുടി പോലും നഷ്ടമാകാതെ മടങ്ങി തരാവുന്ന വാഗ്ദത്തമുണ്ട്. നാളെ യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ എന്റെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിനോട് കൂടെ 1000 വർഷം ഭൂമി വാഴുവാനായിട്ട് ഞാൻ മടങ്ങി വരും. എന്റെ ശരീരം മാറും, ദേവത്വമില്ലാത്ത തരും, തളക്കവും തേജസ്സമേറിയതുമായിരിക്കും തരും. 1000 ആണ്ട് കഴിഞ്ഞ് ലോകം അവസാനിക്കും. അന്ന് ഞങ്ങൾ പുത്രനായിരിക്കുന്ന ക്രിസ്തുവിനോട് സ്വർഗത്തിന്റെ പർദീസയിലേക്ക് ഇമ്പത്തിലേക്ക് പറന്നു പോകും. എന്നാൽ പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇത് സൗജന്യമായിട്ട് കിട്ടുന്നതാണ്. എന്നാൽ നിങ്ങളുടെ ഉന്നത ഭാവവും മേഖലഹൃദയവും മതഭക്തിയും പൗരോഹിത്യവും കൊണ്ട് ഈ രക്ഷയെ നഷ്ടപ്പെടുത്തി നിങ്ങൾ ഇന്ന് മരിക്കുകയാണെങ്കിൽ കരഞ്ഞോണ്ടാ പ്രസംഗിക്കുന്നത്, കണ്ണുനീരോടാ പ്രസംഗിക്കുന്നത്. എല്ലാവരോടും ഒരു മുന്നറിയിപ്പ് എന്നവണ്ണം ഞാൻ പറയുന്നു പ്രിയപ്പെട്ടവരെ, ഒരു ഉപദേശി തെരുവീതിയിൽ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുവോ രാവിലെ മൈക്കും തൂക്കി ഇറങ്ങിയവനാണെന്ന്. നിങ്ങൾ കഴിഞ്ഞ ദിവസം കള്ളു കുടിച്ച് നിങ്ങൾ ഓരോരുത്തരും വഴക്കുണ്ടാക്കി കഴിഞ്ഞപ്പോൾ ദേശത്തിന് വേണ്ടി കണ്ണുനീരോടും നിലവിളിയോടും കൂടെ പ്രിയരെ, ദേശത്തിന് വേണ്ടി ഇടപെടില്ലാതെ ദൈവത്തോടെ പ്രാർത്ഥിച്ചിട്ട് കണ്ണുനീരോടുകൂടിയായി മൈക്കും നോക്കി ഇറങ്ങുന്നത്. അതുകൊണ്ട് സുവിശേഷത്തെ എതിർക്കുന്നത് നിങ്ങൾക്ക് നന്നല്ല പ്രിയരെ. എന്നാൽ കേട്ടുകൊള്ളുവേ, നിങ്ങൾ ഈ അവസ്ഥയിൽ പാപിയായിട്ടാണ് മരിക്കുന്നതെങ്കിൽ, ഇന്നാണ് യേശുക്രിസ്തു മടങ്ങി വരുന്നതെങ്കിൽ, ഇന്നേക്ക് 1000 ആണ്ട് തികയുന്ന ലോകം അവസാനിക്കും പ്രിയരെ. അതേ, ലോകം ഇന്നും നാളെ ഉൾക്ക വന്നൊന്നും ഇത് അവസാനിക്കത്തില്ല. ഇന്നാണ് ക്രിസ്തു വരുന്നതെങ്കിൽ ഇന്നേക്ക് 1000 ആണ്ട് തികയുന്ന ലോകം അവസാനിക്കും. അന്ന് പ്രിയപ്പെട്ടവരെ, എന്റെ പ്രസംഗം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഇന്ന് മാനസാന്തരപ്പെടാതെയാണ് മരിക്കുന്നെങ്കിൽ ഈ കല്ലറയിൽ നിന്ന് ഇതേ രൂപത്തിൽ എഴുന്നേറ്റ് വരും. ഒരു വ്യത്യാസവുമില്ല, ഇതേ രൂപത്തിൽ എഴുന്നേറ്റ് വന്ന് നിങ്ങൾ യേശുക്രിസ്തുവിന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ലാസ്റ്റ് ജഡ്ജ്മെന്റ്, അന്ത്യന്യായവിധി അവിടെ പ്രസംഗിക്കപ്പെടുകയാണ്, അവിടെ തെളിയിക്കപ്പെടുകയാണ്. എന്താണെന്ന് അറിയാമോ? ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിലൊരുത്തൻ ഇരിക്കുന്നത് കണ്ടു. അവന്റെ മുമ്പിൽ നിന്ന് ആകാശവും ഭൂമിയും ഓടിപ്പോയി, പിന്നെ അതിനെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃത്തം അവന്റെ മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം എന്ന വേറൊരു പുസ്തകം തുറന്നു. മരിച്ചവർക്ക് ഓരോരുത്തർക്കും അവനവന്റെ പ്രവൃത്തിക്കൊത്തവണ്ണം ശിക്ഷാവിധി ഉണ്ടായി. അയ്യോ, നിന്റെ പാപങ്ങളെ മായ്ക്കുവാൻ പുരോഹിതന്മാരുടെ ധൂപപ്രാർത്ഥനയ്ക്ക് കഴിയത്തില്ല പ്രിയരെ, വഞ്ചനയാണിത്. എന്റെ പാപങ്ങളെ മായ്ക്കുവാൻ എന്റെ മക്കൾ ചെയ്യുന്ന പിണ്ടാടിയന്തരത്തിന് കഴിയത്തില്ല, ഇത് വഞ്ചനയാണ് പ്രിയരെ. ഞാൻ ചെയ്ത എല്ലാ പ്രവർത്തിക്കും ഔവണ്ണം ശിക്ഷ വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്നാൽ ഇന്ന് നമ്മളെല്ലാവരും പാപം ചെയ്തവരാണ്. ദൈവത്തോടും മനുഷ്യരോടും പാപം ചെയ്യാത്ത ഒറ്റ മനുഷ്യൻ പോലും ഞങ്ങളുടെ മുമ്പിലില്ല. എന്നാൽ ദൈവത്തിന്റെ അഗാധമായിരിക്കുന്ന സ്നേഹം എന്താണെന്ന് അറിയാമോ? ആ ക്രൂസിന്റെ അടുക്കിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവന്റെ രക്തം സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കും പ്രിയരെ. അയ്യോ, കഴിഞ്ഞകാല ജീവിതത്തിലെ എല്ലാ പാപക്കറകളും അവൻ മായ്ച്ചു കളഞ്ഞ് നിന്നെ വിശുദ്ധനാക്കി തീർക്കുവാന് ഈ യേശുക്രിസ്തുവിന്റെ രക്തം ഇന്നും ജീവിക്കുന്നു. ആകയാൽ ഉന്നത ഭാവങ്ങളെ താഴ്ത്തുവേൻ, ഹൃദയങ്ങളെ താഴ്ത്തുവേൻ, മതഭക്തിയും പൗരോഹിത്യവും ഉപേക്ഷിച്ച് നമുക്ക് വേണ്ടി സ്വർഗം വിട്ട് ഇറങ്ങി വന്ന് നിന്റെ പാപങ്ങളെ ചുമന്ന് കാൽവരി ക്രൂശിൽ കഷ്ടമേറ്റ് മരിച്ചുയർത്തെഴുന്നേറ്റ് രാജാവായി മടങ്ങി വരുന്ന യേശുക്രിസ്തുവിനെ എതിരേൽപ്പുണ്ടാക്കവണ്ണം നിങ്ങൾ ഓരോരുത്തരെയും താഴ്ത്തി അവന്റെ വരവിന് വേണ്ടി കാത്തിരുന്നു കൊള്ളുമെന്ന് പ്രസംഗിച്ചുകൊണ്ട് ഈ പ്രസംഗം ഇവിടെ നിർത്തുകയാണ്. കേട്ട ഏവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദി.